സൊറോസ് ഫണ്ട് കിട്ടിയവരുടെ കൂട്ടത്തിൽ കേരളത്തിന്റെ മുൻകാല നക്സൽ പ്രവർത്തകരുമുണ്ടോ? ഭീകര സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട്, സിമി എന്നിവയെ നിരോധിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായവുമായി മുൻ നക്സലേറ്റ് കൂടിയായ വിളയോട് ശിവൻകുട്ടി എത്തിയത് ദുരൂഹത ഉണർത്തുകയാണ്. നിരോധിത ഭീകരവാദ സംഘടനകളെ ന്യായീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം. പുതുതായി രൂപീകരിച്ച NCHDR സംഘടനയുടെ അധ്യക്ഷൻ വിളയോടി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെയും സിമിയെയും നിരോധിച്ചത് ശരിയായില്ല എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഉപഗ്രഹ സംഘടനയായിരുന്ന നിരോധിക്കപ്പെട്ട INCHRO ആണ് രൂപം മാറി NCHDR എന്ന പേരിൽ പുതിയ സംഘടനാ പ്രഖ്യാപനം നടത്തുന്നത് എന്ന ആരോപണങ്ങൾ നിലവിലുണ്ട്. സിമിയെയും PFIയെയും മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളെ നിരോധിച്ച കെട്ടകാലത്താണ് വിളയോടി ശിവൻകുട്ടി ജീവിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ വാക്കുകൾ. സംഘടനയുടെ മറ്റൊരു പ്രധാനി നിസാമുദ്ദീൻ പനായിക്കുളം. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാലും അതും ആ ഇടപെടലുകളും അടിമുടി ദുരൂഹമാണ് എന്ന് പറയേണ്ടി വരും. പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ, രക്തം ചിന്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കണം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മിക്ക പോസ്റ്റുകളിലെയും കണ്ടന്റ്. സംഘടനയുടെ മറ്റൊരു പ്രധാനിയാണ് അഡ്വക്കേറ്റ് വാഷിദ് ഷേഖ്. അദ്ദേഹം മുംബൈ ട്രെയിൻ ബോംബാക്രമണ കേസിൽ പിടിയിലായവരിൽ ഒരാളാണ്. വിവാദ മലയാളി മാധ്യമ പ്രവർത്തകനും ടെലഗ്രാഫ് മുൻ എഡിറ്ററുമായ R രാജഗോപാലാണ് സംഘടനയുടെ തലപ്പത്തുള്ള മറ്റൊരാൾ. കഴിഞ്ഞ ദിവസം R രാജഗോപാൽ ടെലഗ്രാഫിൽ നിന്നും രാജിവെച്ചത് ഈ സംഘടനയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഭീകരവാദ കേസുകളിൽ പ്രതികൾക്ക് നിയമസഹായം നൽകുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നും ആരോപണമുണ്ട്. ഇത്തരം പ്രതികൾക്ക് നിയമസഹായം നൽകിയ വിവരങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. പൊടുന്നനെ ഉടലെടുത്ത സംഘടന വിവിധ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കാൻ ഫണ്ട് എവിടെ നിന്ന് കിട്ടി എന്ന നിരവധി ചോദ്യങ്ങളും ഒപ്പമുണ്ട്. അതിനിടയിലാണ് ഞായറാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് NCHDRന്റെ പ്രഖ്യാപന സമ്മേളനം നടത്താനിരുന്നത്. അത് നടന്നില്ല. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും എന്നായിരുന്നു അറിയിപ്പ്. ഹാളിന്റെ പരിസരത്ത് വലിയ പോലീസ് സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. എന്നാൽ സമ്മേളനം മാറ്റിവെച്ചത് ശിവൻകുട്ടിയും വാഹിദ് ഷേഖും ഫേസ്ബുക്കിലൂടെ ഏകദേശം വൈകിട്ട് 5:30 അറിയിക്കുകയായിരുന്നു. ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് സമ്മേളനം നടത്തുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. പരിപാടി തടയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ പച്ചയായി പറയുകയാണെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഭീകരവാദികളെ വളർത്തുന്നവരാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഈ പുതിയ സംഘടനകളുടെ പ്രഖ്യാപനത്തിലൂടെ വരുന്നത്. ഒരിക്കലും ഈ PFIയുടെ ഉപഗ്രഹ സംഘടനയാണ് ഇത് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തീവ്രവാദികൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ തീവ്രവാദികളെ വളർത്താൻ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇത്തരം നിലപാടുകൾ, അതാണ് കേരളത്തിൽ ഒരിക്കലും അനുവർത്തിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ലാത്ത. പക്ഷെ കേരളം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തീവ്രവാദത്തിന്റെ ഒക്കെ വളക്കൂറുള്ള മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒത്താശ നൽകി നമ്മുടെ സർക്കാരും ഒപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സംഗതി. കേരളം മതഭീകരവാദികളുടെ കൈപ്പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ആശങ്കകളായി പുറത്തു വരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും മലബാർ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക രാജ്യം രൂപീകരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും 2010 മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ ദില്ലിയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. കേരളം ഭാരതത്തിലെ മതഭീകരതയുടെയും മതരാഷ്ട്രവാദത്തിന്റെയും തലസ്ഥാനമായി മാറുകയാണെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇസ്ലാമിക ഭീകരവാദത്തിന് ബൗദ്ധികവും സംഘടനാപരവും സാമ്പത്തികവുമായ അരങ്ങൊരുക്കലുകൾ നടക്കുന്നത് കേരളത്തിലാണ്. രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് സിമി. ഈ തീവ്രവാദ സംഘടനയുടെ നേതാക്കളാണ് പിന്നീട് NDFന്റെയും തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസ് വിഭാഗവും ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട വസ്തുതയാണിത് എന്ന് പലപ്പോഴും പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. സംഘടന രൂപീകരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിനൊക്കെ നേതൃത്വം നൽകിയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയത് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ അവരുടെ കൈകളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര സംഘടനയാണെന്ന് കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ്. ഭീകരവാദ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രത്തിന് പരസ്യം നൽകുന്നത് കേരള സർക്കാർ നിർത്തലാക്കിയത്. അതിന്റെ തുടർച്ചയായാണ് അവർക്ക് അവരുടെ പത്രസ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നത്. എന്തായാലും ഇപ്പോഴും കേരളത്തിലെ ഭീകരവാദം ഒളിഞ്ഞും പതുങ്ങിയും അല്ല, പരസ്യമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സംഘടനയുടെ പ്രഖ്യാപനത്തിലൂടെയും അതുപോലെ ഇത്തരം പ്രസ്താവനകളിലൂടെയും, അതായത് PFIയും സിമിയും ഒക്കെ നിരോധിച്ചത് ശരിയായില്ല എന്ന മുൻ നക്സൽ കൂടിയായ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം പ്രസ്താവന എന്ന് പറയുന്നത് ശരിക്കും കേരളത്തെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ കേരളം ഇത്തരം തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഇപ്പോൾ കേരള സമൂഹം ആശങ്കയോടെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.